ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഫൈനലി ബാണാസുര ഡാമിൻ്റെ മുകളിലെത്തിയിട്ടാണ്. അടിപൊളി കാഴ്ചയാണ് സുഹൃത്തുക്കളെ, അടിപൊളി വൈബ് തന്നെയാണ് കേട്ടോ. നമ്മളിത് കാണേണ്ട ഒരു ഡാം തന്നെയാണ്. സുഹൃത്തുക്കളെ, ഇങ്ങനെ നടന്ന് അവിടെ എത്തണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ കാണാനാണ് ഉള്ളത്. കുറച്ച് നടക്കാൻ പറ്റുന്നവർക്കൊക്കെ ഈ വഴിക്ക് വന്നാൽ മതി. പറ്റ വയസ്സായാലൊക്കെ ഈ വഴിക്ക് വരായിരിക്കും നല്ലത്. പിന്നെ വയസ്സായ ആളുകൾക്ക്, നടക്കാൻ കഴിയാത്തവർക്ക് ട്രെക്കിംഗ് ഉണ്ട്. KCBന്റെ ട്രക്കൊക്കെ ഇവിടെ കണ്ടു. അവരെ കൊണ്ടുപോകാൻ ട്രെക്കിംഗ് ഉണ്ട്. പിന്നെ സിബ് ലൈനൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ സിബ് ലൈനൊക്കെ ഉണ്ട്. ബൈക്ക് റൈഡും ഉണ്ടോ സുഹൃത്തുക്കളെ? ഇവിടെ മനോഹരമായിട്ടുള്ള മുള കണ്ടിട്ടോ. പഴയ കാലത്ത് നമ്മുടെ അടുത്ത വീടുകളിലെ ആളുകളൊക്കെ അതേപോലെ ഈ മുള കൊണ്ടുപോയിട്ട് സിബ് ലൈനാ പോകണം. പോകണം, എത്രയാണ് പൈസ അറിയാം. സിബ് ലൈനും ഉണ്ട്. ഈ മുള കൊണ്ടുപോയിട്ട് അരി വൃത്തിയാക്കുന്ന മുറം, കുട്ട, അങ്ങനെ പലതും പരമ്പരാഗതമായിട്ട് ആളുകൾ ഉണ്ടാക്കിയിരുന്നു. അതിനുപയോഗിച്ചിരുന്ന ഒരു മരമാണിത്. ഓട മുള ഇതുകൊണ്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ സിബ് ലൈൻ വീഴാതെ നോക്കൂ. ബാക്കിലേക്ക് നോക്കാതെയാണ് അതിന് പോകുന്നത്. അത് വളരെ പ്രശംസനീയമാണ്. പേടിച്ചിട്ടിപ്പോൾ കൊഴിഞ്ഞാടിയ ഇത്രയും മുകളിലെത്തിയിട്ടും അനു തിരിഞ്ഞിട്ടാണ് നടക്കുന്നത്. ഇല്ലേ, അങ്ങനെ സുഹൃത്തുക്കള്, ഞങ്ങൾ ബാണാസുര ഡാമിൻ്റെ മുകൾ ഭാഗത്തെത്തിട്ടോ. ഇഷ്ടം പോലെ ഫാമിലി, പൊളി വൈബ്. എത്തണോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഫൈനലി ബാണാസുര ഡാമിൻ്റെ മുകളിലെത്തിയിട്ടാണ്. അടിപൊളി കാഴ്ചയാണ് സുഹൃത്തുക്കളെ. ഞാൻ കാഞ്ഞിരപ്പുഴ ഡാം കണ്ടിട്ടുണ്ട്, പക്ഷേ ബാണാസുര ആദ്യമായിട്ടാണ് കാണുന്നത്. ഇടുക്കി ഡാമൊന്നും കണ്ടിട്ടില്ല. അടിപൊളി വൈബ് തന്നെയാണ്. നമ്മളിത് കാണേണ്ട ഒരു ഡാം തന്നെയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഈ കാണുന്നതാണ് ബാണാസുര സാഗർ ഡാം. ഇത് ഇന്ത്യയിലെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഏറ്റവും വലിയ അണക്കെട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ വയനാട് ജില്ലയിലാണ് ഉള്ളത്. എന്നാൽ ഇത് ഏഷ്യയിലെ ഏറ്റവും രണ്ടാമത്തെ വലിയ മണ്ണ് കൊണ്ടുണ്ടാക്കിയ അണക്കെട്ടാണ്. അടിപൊളി വൈബാണ് സുഹൃത്തുക്കളെ. ഈ മലയുടെ ഭംഗി അത് വേറെ വൈബ് തന്നെയാണ്. പിന്നെ ഈ പച്ചപ്പുല്ല് അണിഞ്ഞിങ്ങനെ നിൽക്കുന്ന ഈ കാഴ്ചകളും ഈ ഡാമും ഈ പരിസരം, അതൊക്കെ ഒരു സ്വിറ്റ്സർലാൻഡിലെ ഒരവസ്ഥ പോലെയാണ് എനിക്ക് തോന്നുന്നത്. വെരി ബ്യൂട്ടിഫുൾ. നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ എന്തായാലും ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വന്ന് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെ. ഇവിടേക്ക് വരാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ ഈ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് തണുപ്പ് കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പുല്ലൊക്കെ ഇങ്ങനെ കിളിർത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴേ വേറെ വൈബ് തന്നെ.